ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള ചാപ്റ്ററിൽ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കുക. അടുത്ത നമ്മൾ എടുത്തിരിക്കുന്ന ചാപ്റ്റർ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജോമെട്രി പ്രോഗ്രഷൻ ആണ്. സമാന്തര ശ്രേണി ആൻഡ് സമഗുണിത ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ എന്താണ് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അറുന്നൂറ്റി 609 604 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? ഇവിടെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാനാണ്. ഇവിടെ നമുക്ക് ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ സമാന്തര ശ്രേണിയിലെ രണ്ടാം പദം മൈനസ് ഒന്നാം പദം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പൊതുവ്യത്യാസം കാണാനായിട്ടുള്ള ഫോർമുല എന്താണ്? പൊതുവ്യത്യാസം ഈക്വൽ ടു രണ്ടാം പദം മൈനസ് ആദ്യ പദം. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ശ്രേണിയിൽ ഇതാണ് ആദ്യ പദം. 609 എന്ന് പറയുകയാണ് രണ്ടാമത്തെ പദം. 604 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പദമാണ്. അപ്പം ഇവിടെ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം മതി പൊതുവ്യത്യാസം കാണാനായിട്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാം പദത്തിൽ നിന്ന് വേണം ആദ്യ പദം കുറയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ രണ്ടാം പദം എന്ന് പറഞ്ഞാൽ 609 മൈനസ് 614. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിഫറൻസ് എടുക്കുമ്പോൾ വലിയ നമ്പർ ഏതാണോ അതിൻ്റെ സൈൻ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഉത്തരത്തിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 609ഉം 614 ഉണ്ട്. 609ൻ്റെ സൈൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം നമ്മൾ നോക്കുക. ഒരു നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ സൈൻ കിടക്കുക. അപ്പോൾ 609ൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? പോസിറ്റീവാണ്. 614 എന്ന് പറയുന്നതിൻ്റെ സൈൻ എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ എപ്പോഴും വലിയ നമ്പറിൻ്റെ സൈനെ നമ്മൾ കൊടുക്കാവൂ. അപ്പം ഇവിടെ ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് സൈൻ വരും എന്ന് മനസ്സിലാക്കുക. ഇനി 609 614 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെന്ന് കിട്ടി? -5 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ പൊതുവ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.